ഹലോ ഫ്രണ്ട്സ്, 2 ദിവസം നീണ്ടു നിന്ന ചൈനയിലെ ഷാങ്ഹായ് പോർട്ടിൽ നിന്നുള്ള യാത്രയ്ക്ക് ശേഷം കപ്പലിപ്പോൾ ഉള്ളത് ചൈനയിലെ തന്നെ മറ്റൊരു പോർട്ടായ യാന്തിയാനിലാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ചൈനയിലെ ഒരു മനോഹര സ്ഥലമായ യാന്തിയാനിലേക്കാണ്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് യാന്തിയാൻ പോർട്ടിൽ കപ്പലെത്തിച്ചേർന്നത്. ചെയ്യുവാനുള്ള ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്തിട്ട് പുറത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾ റെഡിയായി. ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമോ, കപ്പലിൽ വരുന്നവർക്ക് ചൈനയിൽ പുറത്തു പോയി കാഴ്ചകൾ കാണണമെങ്കിൽ ഒറിജിനൽ പാസ്പോർട്ട് വേണം, ഗ്രീൻ കാർഡ് വേണം, ഷോർ ലീവ് പാസ് വേണം. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ കപ്പലിൽ വരുന്നവർക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ പോകാം. അതിനു മുമ്പ് കപ്പലിലെ ചീഫ് ഓഫീസറുടെയോ സെക്കൻഡ് എഞ്ചിനീയറുടെയോ പെർമിഷൻ നമ്മൾ വാങ്ങിച്ചിരിക്കണം. പോകുന്നതിന് അനുവാദം ലഭിച്ചു കഴിഞ്ഞാൽ ഗാങ്വേ വാച്ച്മാൻ്റെ അടുത്ത് പോകുന്നവരുടെ പേര് വിവരങ്ങൾ കൊടുക്കണം. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കപ്പലിലെ ഗാങ്വേ വാച്ച്മാൻ. നിങ്ങളിപ്പോൾ കാണുന്നതാണ് കപ്പലിൻ്റെ ഗാങ്വേ. കപ്പലിലേക്ക് പുറത്തുനിന്ന് ആർക്കെങ്കിലും വരുവാനോ കപ്പലിലുള്ളവർക്ക് പുറത്തേക്ക് പോകുവാനോ ഉപയോഗിക്കുന്നതാണ് ഗാങ്വേ. ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷമാണ് കപ്പലിൽ നിന്ന് കാല് കരയ്ക്ക് വയ്ക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കാണുന്നതാണ് ചൈനയിലെ യാന്തിയാൻ പോർട്ട്. പോർട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ട് കാർ ആവശ്യമാണ്. അത് കപ്പലിനുള്ളിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്യണം. അതിനുശേഷം മാത്രമേ പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള കാറ് ഇവിടെ എത്തിച്ചേർന്നു. യാന്തിയാൻ പോർട്ട് ചൈനയിലെ ഷെൻഷൻ എന്ന് പറയുന്ന നഗരത്തിലെ ഒരു പ്രധാന ഡീപ്പ് വാട്ടർ പോർട്ടാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഈ യാന്തിയാൻ പോർട്ട് ഏഷ്യയിലെ ഏറ്റവും മികച്ച പോർട്ടെന്ന പുരസ്കാരം നേടിയിട്ടുണ്ട്. ഇതിവിടുത്തെ സേവന ഗുണനിലവാരവും കാര്യക്ഷമതയും തിരിച്ചറിയുന്ന വലിയ അംഗീകാരമാണ്. പോർട്ടിന് വെളിയിൽ വന്നാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചൈനീസ് മണി അറേഞ്ച് ചെയ്യണം. അതിന് ഞങ്ങൾ പോർട്ടിന് പുറത്തുള്ള ഒരു കടയിൽ കയറി. എൻ്റെ അടുത്ത് കുറച്ച് യൂറോ ഉണ്ടായിരുന്നു. അത് കൊടുത്തപ്പോൾ ചൈനീസുകാരി ചേച്ചി എനിക്ക് കുറച്ച് ചൈനീസ് മണി തന്ന് അതും വാങ്ങി ചേച്ചിക്ക് നന്ദിയും പറഞ്ഞ് അവിടെ നിന്ന് അടുത്തയിടത്തേക്ക്. പോർട്ടിൽ നിന്നും ഏകദേശം 15 മിനിറ്റ് നേരം കൊണ്ട് യാന്തിയാൻ സിറ്റിയിൽ എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങളിപ്പോൾ കാണുന്നതാണ് യാന്തിയാൻ സിറ്റി. ഒരു ചെറിയ സിറ്റിയാണ്, പക്ഷേ ഞാനിവിടെ ഒരുപാട് ആളുകളെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ചൈനയാണ് ലോകത്തിലെ 2ാമത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. യാന്തിയാൻ എന്ന് പറയുന്ന ഈ നഗരം വ്യവസായ മേഖല മാത്രമല്ല, ഇവിടുത്തെ സുന്ദരമായ പ്രദേശങ്ങൾ ഏതൊരു വിനോദസഞ്ചാരിയെയും ഈ ഒരു സ്ഥലത്തേക്ക് ആകർഷിക്കുന്നതാണ്. ഞങ്ങൾ എത്തിച്ചേർന്നത് ഈ ഒരു ചെറിയ പട്ടണത്തിലേക്കാണ്. കാണാൻ നല്ല ഭംഗിയും നല്ല വൃത്തിയുമുള്ള സ്ഥലം. അപ്പോൾ ഇനി യാന്തിയാൻ എന്ന ഈ ചെറിയ പട്ടണത്തിലെ കാഴ്ചകളാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ചെറിയ കളിപ്പാട്ടം പോലെയുള്ള ഇലക്ട്രിക് വണ്ടികളാണ്. ഇത് ഫ്രീ ആയി ഉപയോഗിക്കാം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായി വരുന്ന മാതാപിതാക്കൾക്കാണ്. അവർക്ക് മാത്രമായിട്ടാണ് ഈ ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ പോയത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. ആദ്യം എനിക്ക് തോന്നിയത് ഒരു ചോക്ലേറ്റ് ഷോപ്പാണെന്നാണ്. കാരണം എവിടെ നോക്കിയാലും ഫുൾ ചോക്ലേറ്റ് മാത്രമാണ്. പല നിറത്തിലും പല ആകൃതിയുമുള്ള കണ്ണിന് നല്ല ഭംഗി തോന്നിക്കുന്ന ചോക്ലേറ്റുകൾ. ഞാൻ പല രാജ്യങ്ങളിൽ യാത്ര പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള ചോക്ലേറ്റുകൾ ഒരേ ഒരു ഷോപ്പിൽ തന്നെ കാണുന്നത് ആദ്യമായിട്ടാണ്. അതിനുശേഷം കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴേക്ക് ഇതിനെ കണ്ട്. ഇതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിൻ്റെ എല്ലാം പേരെഴുതിയിരിക്കുന്നത് ചൈനീസിലാണ്. നിങ്ങളാരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കരുതേ. ഇവിടെ കാണുന്ന പല സാധനങ്ങളും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ചൈനക്കാരുടെ ഭക്ഷണമെന്നാണ്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലെ കാഴ്ചയും കണ്ട് ചൈനീസ് പാട്ടും കേട്ട് ഞാനും മുമ്പോട്ട്. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോഴേക്ക് ഇത് കണ്ട്. കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്ന ഡ്രൈ ഫുഡാണിത്. ഇതിൽ ഉണക്ക മുളകുണ്ട്, ഉണക്കിയ മീനുകളുണ്ട്, ഉണക്കിയ കൂണുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ ഉണക്കി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്താണെന്ന് മാത്രം അറിയില്ല. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലെ കാഴ്ചകളും കണ്ട് അത്യാവശ്യം വാങ്ങുവാനുള്ള സാധനങ്ങളും വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതൊരു മോഡേൺ ബ്രിഡ്ജാണ്. കാണുവാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ. ഇതിൻ്റെ ഡിസൈൻ കണ്ടിട്ട് തോന്നുന്നത് സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കാതിരിക്കുവാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ചെറിയൊരു പാലം. കണ്ടിട്ടിത് നടപ്പാലമെന്നാണ് തോന്നുന്നത്. ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് ഇതുവഴി വാഹനങ്ങളൊന്നും കടന്നു പോകുന്നതായിട്ട് കണ്ടില്ല. ആ പാലത്തിനടുത്ത് നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത്. നല്ല ഭംഗിയുണ്ട് കാണുവാൻ. 2 മാസങ്ങൾക്ക് ശേഷം കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് കാണുന്നതെല്ലാം നല്ല ഭംഗിയുള്ളതായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ കാഴ്ചയും കണ്ട് കഥയും പറഞ്ഞ് മുന്നോട്ട് നടക്കുകയാണ്. എനിക്ക് ശരിക്കും ഇവിടെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ നിശബ്ദതയാണ്. അതുപോലെ തന്നെ നല്ല വൃത്തിയും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് കപ്പലിൽ നിന്ന് ഇറങ്ങിയതെങ്കിലും ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ശരിക്കും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കി നടക്കുകയാണ്. കണ്ട് കിട്ടിയാൽ ബിരിയാണി കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ബിരിയാണി അന്വേഷിച്ച് കുറച്ച് നടന്നിട്ട് കണ്ടു കിട്ടിയില്ല. അതുകൊണ്ട് മനസ്സ് മാറ്റി ഇനിയിപ്പോൾ എന്ത് കിട്ടിയാലും കഴിക്കാമെന്നുള്ള രീതിയിലാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് യാന്തിയാൻ സിറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി അടുത്തൊരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും.
വീഡിയോ കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.